ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുവരെ വീഡിയോസ് ഒന്നും ഇടാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ വിഷു ആയിരുന്നു. വിഷു ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ആഘോഷിച്ചൊക്കെ വന്നിട്ടുണ്ടാവും. നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ ഇടാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് ആദ്യം ഞാൻ 2-3 വീഡിയോസ് ഇടുന്നുണ്ട്, പക്ഷേ ആദ്യമായിട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിതിൻ രാജിൻ്റെ ഒരു വീഡിയോ ആണ് ഇടാനുള്ളത്. അറിയാമല്ലോ നിങ്ങൾക്ക്, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത നിതിൻ രാജ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ വീട്ടിൽ പഠിക്കണ കുഞ്ഞുങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുടെ കാര്യം എനിക്ക് പറയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ പേരോ അല്ലെങ്കിൽ നമ്മളൊരു കോളേജിൻ്റെ ഒരു മെൻഷൻ ചെയ്ത് ഇപ്പം പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അത് നമുക്ക് നിലപാടില്ലാത്തത് കൊണ്ടല്ല, കുട്ടികൾക്ക് ഭയമാണ്. നിതിൻ രാജും അവരുടെ സ്റ്റുഡൻസ് അവരുടെ കൂട്ടുകാരും പറയുന്നത് പോലെ തന്നെയാണ് കോളേജുകളുടെ കാര്യം. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ ഫിസിക്കലി ആൻഡ് മെന്റലി കുട്ടികളെ ഹരാസ് ചെയ്യാണ്. നമ്മൾ പാരൻസ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലെ കോളേജുകൾ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് സീറ്റ് എന്ന് പറഞ്ഞാൽ 1500 സീറ്റിനകത്തേ ഉള്ളൂ. പിന്നെ എക്സാക്ട് ഒരു കറക്റ്റ് നമ്പർ എനിക്കറിയില്ല, എന്നാൽ പോലും 1500 സീറ്റിനകത്തേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്കറിയാവുന്നത്. മാനേജ്മെൻറ്റ് കോളേജ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലുള്ള ആകെയുള്ള സീറ്റ് എന്ന് പറയുന്നത് 5000 സീറ്റിനകത്താണ്. 4800 മറ്റോ സംതിങ് ആണ് 5000 സീറ്റ്. അപ്പോൾ എല്ലാം കൂടി ഒരു 7000-ന് താഴെ നിൽക്കും നമ്മുടെ കേരളത്തിലെ MBBS സീറ്റുകൾ, പിന്നെ BDSും അതുപോലെ തന്നെ. അപ്പോൾ ഈ കോളേജുകളിലെ സീറ്റ് അവർ എൻട്രൻസ് ചെയ്ത് നീറ്റ് എൻട്രൻസ് ചെയ്ത് കേരള കൗൺസിലിങ്ങിന് പോയിട്ട് അങ്ങനെയാണ് എൻട്രൻസ് കൂടെയാണ് ഈ കോളേജിൽ കിട്ടുന്നത്. NRI സീറ്റ് എന്ന് പറയുന്നത് ഈ 15% തോന്നുന്നു NRI സീറ്റ്. അത് നീറ്റ് എലിജിബിൾ ആയാൽ മാത്രം മതി. അവർക്ക് 20 ലക്ഷം രൂപയാണ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ ചാർജ്. NRIക്ക് 20 ലക്ഷം രൂപയാണ് ഗവൺമെന്റ് കോടതിയിൽ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ. സാധാരണ നമ്മുടെ കുട്ടികൾക്ക് അല്ലാതെയുള്ള കുട്ടികൾ സാധാരണ പിന്നെ എൻട്രൻസിന്റെ മാർക്ക് അനുസരിച്ച് നീറ്റ് എഴുതി അതിന്റെ മാർക്ക് അനുസരിച്ച് കിട്ടുന്ന കുട്ടികൾക്കുള്ള ഫീസ് എന്ന് പറഞ്ഞാൽ 7,90,000 രൂപയാണ് ഫീസ്. അപ്പോൾ കാരണം എൻ്റെ മോൻ പഠിക്കുന്നുണ്ട്, അവൻ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക 7,90,000 രൂപയാണ് ഫീസ് അടയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും ഫീസ് അടച്ചിട്ട് പിന്നെ അത് മാത്രമല്ല ഹോസ്റ്റലിൽ പഠിക്കാത്ത കുട്ടികൾക്ക് ഹോസ്റ്റൽ ഫീ അടയ്ക്കണം. ഒരു വശത്തൂടെ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കണം. നമുക്ക് ഹോസ്റ്റൽ വേണ്ട, നമ്മൾ വീടെടുത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് പോയാലും ഹോസ്റ്റൽ ഫീ മസ്റ്റായിട്ട് അടയ്ക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷേ ഏതെങ്കിലും ഒരു രീതിയിൽ ഇപ്പം ലോൺ എടുത്ത് പഠിക്കാത്ത കുട്ടികളെ എങ്ങനെയെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടി അവർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചു, കാരണം ലോൺ എടുക്കാൻ ചിലപ്പോൾ പ്രോപ്പർട്ടി ഉണ്ടാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളുള്ള കുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്താണ് ഫീ അടച്ചു പോണത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ കുറച്ച് ദിവസം നമ്മുടെ കമൻസ്മെന്റ്, ഈ എക്സാം കമൻസ്മെന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് 2027 മാർച്ചിലാണ് എക്സാം ഉള്ളത്. 2027 മാർച്ചിലേ ഉള്ള എക്സാം. അപ്പോൾ എക്സാമിന് മുമ്പാണ് നമ്മൾ കോളേജിന്റെ ഡ്യൂസ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. ഇപ്പോൾ 3 വർഷവും ഫീസ് അടച്ച് 2022 ബാച്ചിൽ കയറിയ കുട്ടികൾ 3 വർഷവും ഈ ഫീസ് അടച്ച്. ഫസ്റ്റ് ഇയർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ 7,90,000 അല്ലാതെ സ്പെഷ്യൽ ഫീസ് പിന്നെ ലൈബ്രറി ഫീസ്, മറ്റേ ഫീസ്, മറിച്ച ഫീസ് അല്ലാണ്ട് 10 lakhs 10 ലക്ഷം രൂപയ്ക്കകത്ത് നമ്മൾ ഫസ്റ്റ് ഇയർ ഇവർക്ക് ഫീസ് കൊടുക്കണം. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ. അത് കഴിഞ്ഞ് 2ാമത്തെ വർഷം തൊട്ട് നമ്മൾ 8 ലക്ഷത്തി സിസ്റ്റം ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കണം. 8,35,000 50,000 8,50,000 രൂപയ്ക്കകത്ത് നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചൊക്കെ 3 വർഷം കൊണ്ട് നമ്മളെന്തോ 26 ലക്ഷം രൂപയ്ക്കകത്ത് നമ്മൾ അടച്ചു കഴിഞ്ഞു. ഇനി 4ാം വർഷത്തെ അവസാന ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ചിലപ്പോൾ നമുക്ക് 1 മാസമോ 2 മാസമോ നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. പിന്നെ നമ്മളൊരു അവധി ചോദിക്കാൻ ചെന്നാൽ ഇവർ ഈ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ മാനേജ്മെന്റ് ഒത്താശയോടുകൂടി പ്രിൻസിപ്പൽമാർ ഈ കുട്ടികളെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യാണ്. ഈവൻ പിന്നെ കുട്ടികൾ മാത്രമല്ല പാരൻസ് പോയാലും അവരെ വളരെ മോശമായിട്ട് 26 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ നമ്മൾ ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് ആ പൈസ കൃത്യമായിട്ട് അവർ അക്കാഡമിക് തുടങ്ങുമ്പോൾ നമുക്ക് അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളൊരു റിക്വസ്റ്റ് ലെറ്ററുമായിട്ട് ചെന്നാൽ നമ്മളെ മെന്റലി ഫിസിക്കലി കുട്ടികളെ ഉൾപ്പെടെ പാരൻസിന് ഉൾപ്പെടെ ഹരാസ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുള്ളത്. അതുപോലെ തന്നെ ഫീസ് അടയ്ക്കാനായിട്ട് കുറച്ചൊന്ന് ലേറ്റായി നമ്മളൊരു 2 മാസം അല്ലെങ്കിൽ മെയ് മാസം അടയ്ക്കാം, ജൂൺ മാസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. കാരണം അടുത്ത മാർച്ചിലേ ഉള്ള എക്സാം. അപ്പോഴും അവർ അപ്പോൾ തന്നെ കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കുകയാണ്. എന്തെങ്കിലും അതിനെതിരെ ഒന്ന് ചോദ്യം ചെയ്യുന്ന കുട്ടികളുടെ ഇന്റേണൽ മാർക്ക് അപ്പം തന്നെ കട്ട് ചെയ്യാണ്. പിന്നെ പല മെഡിക്കൽ കോളേജ് ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് ഞാനൊരു ട്രിവാൻഡ്രത്ത് ഇരിക്കുന്നുണ്ട്. ട്രിവാൻഡ്രത്തെ ഒരു കോളേജിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കോളേജിനെ മെൻഷൻ ചെയ്യാൻ കഴിയാത്തത് കുട്ടികൾക്ക് ഭയമാണ്. നമ്മൾ എന്തെങ്കിലും ഇവർക്കെതിരെ പറഞ്ഞു അല്ലെങ്കിൽ എന്ന് അറിഞ്ഞാൽ കുട്ടികൾ അപ്പം തന്നെ ഫിസിക്കലി മെൻ്റലി ഹരാസ് ചെയ്യുന്ന മാത്രമല്ല അവരുടെ ഇന്റേണൽ മാർക്ക് വെട്ടിക്കുറയ്ക്കുക, അവരുടെ അറ്റൻഡൻസ് വെട്ടിക്കുറയ്ക്കുക,
കാരണം കോളേജിന് കുറച്ച് അധികാരങ്ങൾ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ മേല് കുതിര കയറാനുള്ള അധികാരമാണത്. ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്ന സംഭവം എന്തിനാണ്? അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ഇന്റേണൽ മാർക്കിന്റെ ഒരു സമ്പ്രദായം, ഒരു പ്രാക്ടിക്കൽസ് നടത്തണം. ഇതൊന്നും നടത്താതെ കോളേജുകാരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഈ കോളേജുകാർ കുട്ടികളെ ഫിസിക്കലി ആൻഡ് മെന്റലി ഹരാസ് ചെയ്യണം. ഇവിടെ പിന്നെ ഇവിടെ ഹൗസ് സർജന്മാർ കുട്ടികളുണ്ട്. ഹൗസ് സർജന്മാരെ പോലും ഫിസിക്കലി പീഡിപ്പിക്കുന്ന ഒരവസ്ഥയിൽ വരെ ഞാൻ കേട്ടപ്പോൾ ഞാൻ അന്തം വിട്ട്. അത് ഇങ്ങനെ ഞാൻ ഒരു 1.5 മാസമായിട്ട് ഇങ്ങനെ കേട്ടിട്ട് എനിക്ക് പ്രതികരിക്കണം, എങ്ങനെ പ്രതികരിക്കണമല്ലോ. കാരണം നമുക്ക് പ്രതികരിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവി അത് ബാധിക്കുമെന്നാണ് അവർ പറയുന്നത്. പിന്നെ അയ്യോ ഞങ്ങളെ ബാധിക്കും, അങ്ങനെ ചെയ്യരുത് ചേച്ചി എന്ന് പറയും. അപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അല്ലെ അങ്ങനെ ചെയ്യരുത് ആൻറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രതികരിക്കാനേ പറ്റുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടതായിരുന്നു. ഇപ്പം ഈ കുഞ്ഞ് മരിച്ചു, ഇവൻ മരിച്ചതെന്ന് പറഞ്ഞാൽ അത് ലോൺ ആപ്പ് എന്നുള്ള ഒരു സംവിധാനം മാത്രമല്ല, ലോൺ ആപ്പ് ഒരു വശത്തുണ്ട്. പക്ഷെ ഒരു ടീച്ചർ, ഒരു അധ്യാപിക എന്തായാലും ചെയ്യേണ്ടത് വെറും 14,000 രൂപ. ഇപ്പം ഞാൻ എത്ര കുഞ്ഞുങ്ങൾക്ക് ബുക്കുകൾ ഓരോ വർഷവും ബുക്സ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെന്നുണ്ട്. എനിക്ക് ഉണ്ടായിട്ടല്ല, എനിക്ക് കിട്ടുന്ന ഒരു ബങ്ക് എൻ്റെ കുട്ടിയെ പഠിപ്പിച്ചതിന് ശേഷം വേറെ അതുപോലെ തന്നെ 4-5 കുട്ടികൾക്ക് ബുക്കെങ്കിലും ആ സമയത്ത് കിട്ടണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരാളാണ്. പറയുന്ന ചെയ്തിട്ട് പറയാൻ പാടില്ലെന്നോ, ഒരു കൈ കൊണ്ട് ചെയ്യുന്ന വേറൊരു കൈ അറിയാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ അങ്ങനെ നമ്മൾ സാധാരണ ഒരു ആളാണ്. പക്ഷെ ഈ ടീച്ചേഴ്സ്, ഒരു കുട്ടി 14,000 രൂപയ്ക്ക് ഒരു ലോൺ ആപ്പിന്റെ പ്രശ്നമുണ്ട്. അതിനെ അമ്മ ഓപ്പറേഷൻ ചെയ്ത് സർജറി ചെയ്ത് കിടക്കണം. അപ്പൊ അതിന്റെ പേരിൽ അവരെ വിളിച്ചു, ഓക്കെ ഈ ലോൺ ആപ്പുകാർ പിന്നെ അവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവരുടെ അധ്യാപികയിൽ അവർക്ക് ചോദിച്ചൂടെ, നിങ്ങൾ എന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നത്? അങ്ങനെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ഓപ്ഷൻ ഒരു ലോൺ ആപ്പുകാർക്കും ഇല്ല. അങ്ങനെ ഭീഷണിപ്പെടുത്താൽ അതിനെതിരെ പ്രതികരിക്കാം. ഇത് ഉടനെ തന്നെ ആ കുട്ടിയുടെ പേരിൽ പ്രിൻസിപ്പലിന് കംപ്ലൈന്റ് കൊടുക്കുക, എന്നിട്ട് അതിനെ വിളിച്ചു വരുത്തുക, എന്നിട്ട് അവരെ മെന്റലി പിന്നെ ഹരാസ് ചെയ്യുക. ഫിസിക്കലി ഹരാസ് ചെയ്യുന്നത് നമുക്കറിയില്ല. കോളേജ് പ്രിൻസിപ്പലിന്റെ റൂമിൽ നിന്ന് ഇറങ്ങിയാണ് കുട്ടി പോയി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫോൺ അവിടെ വാങ്ങിച്ചു വെച്ച്, ഫോൺ അവിടെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു കുട്ടി ഫോൺ പ്രിൻസിപ്പലിന്റെ റൂമിൽ വെച്ചിട്ട് പോവോ? അല്ല, ഞാൻ ആലോചിക്കാം. ഇപ്പൊ നമുക്ക് എൻ്റെ കുട്ടിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എൻ്റെ കുട്ടി ഇങ്ങനെ ഇവിടെ നിന്നെങ്കിലും ലോൺ എടുത്തു, അല്ലെങ്കിൽ അവരെ ടീച്ചറിന്റെ ഫോണിലേക്ക് വിളിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അവരെന്താണ് ചെയ്യേണ്ടത്? എന്നെ കോൺടാക്ട് ചെയ്യണം. അവർ ഏതെങ്കിലും രീതിയിൽ എന്നെ കോൺടാക്ട് ചെയ്യണം. എന്നെ കിട്ടിയില്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് ചെയ്ത് അറിയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? കോളേജിൽ. നമ്മളൊരു ഹോം എന്നത് സെക്കൻഡ് ഹോമാണ് ഒരു കോളേജും സ്കൂളും എന്നൊക്കെ പറഞ്ഞാൽ. അത്രയും ഉത്തരവാദിത്തമില്ലാത്ത ഒരു അധ്യാപിക, ഇത്രയും വിവരവും വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ വ്യാജമാണോ എന്ന് നമ്മൾ നോക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ഇപ്പൊ ഈ ഡോക്ടർമാരാണെന്ന് ഇവര് നെഗളിക്കുന്ന നമുക്ക് പറയാൻ തന്നെ ഒരു ജാള്യത തോന്നുന്നു. ഇവര് ഡോക്ടർമാരാണ്. ആ കുഞ്ഞ് പോയിട്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ ആ കുഞ്ഞ് പ്രതികരിച്ചു. ഇപ്പം ഞാനിത് പറയാൻ വേണ്ടി നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ല. പാരൻസ് ആയിട്ടുള്ള നമ്മൾക്ക് പോലും പ്രതികരിക്കാൻ കഴിയില്ല. കാരണം കുട്ടികൾക്ക് ഭയമാണ്. കുട്ടികൾ പറയുന്ന പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞാൻ നോട്ടഡ് ആവും അവിടെ. എൻ്റെ ഇന്റേണൽ മാർക്ക് കുറയ്ക്കും, എൻ്റെ പ്രാക്ടിക്കൽ മാർക്ക് കുറയ്ക്കും, എൻ്റെ അറ്റൻഡൻസ് കുറയ്ക്കും. കോളേജുകാർക്ക് എന്തും ചെയ്യാം. എനിക്കെതിരെ എന്ത് തരത്തിലുള്ള കാര്യങ്ങളും കേസും അവർക്ക് ഉണ്ടാക്കിയിട്ട് എനിക്കെതിരെ യൂണിവേഴ്സിറ്റി കംപ്ലൈൻറ്റ് കൊടുത്ത് എനിക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല. ഇത്ര ലക്ഷം രൂപ കൊടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു, ഇനി ഞാൻ എങ്ങനെയാണ് അവർക്കെതിരെ പ്രതികരിക്കുന്നത്? അതുകൊണ്ട് ഞാനെന്നുള്ള പേരിൽ ഒരു കാരണവശാലും പ്രതികരിക്കുന്നതാണ് കുട്ടികൾ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? പാരൻസിന് നിസ്സഹായ അവസ്ഥയാണ്. ഞാൻ പക്ഷേ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിതിൻ എന്ന് പറയുന്ന മോൻ പിന്നെ അവൻ്റെ കൂട്ടുകാർക്ക് ഒരു കറക്റ്റായിട്ട് അവൻ റാം എന്ന് പറയുന്ന എന്താ പറയുക അധ്യാപകനെതിരെ കൃത്യമായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വോയിസ് ആണ് ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിക്കുന്നത് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം ഇത്രയും ബോയ്സിനെ എല്ലാരെയും പച്ചയ്ക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാനൊന്നും ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരൻസിന് പോയി ഇത് കൊടുക്കുക, എൻ്റെ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്താണ് ഈ ഇഡിയറ്റ് മോൻ. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മളെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങി നിന്റെ കൈയും കാലും വിട്ടും, നീ കൈയില്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരും. അതുപോലെ എന്താ ഇൻസൾട്ട്. ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു. കണ്ട ഈ മോൻ പറയുന്നതെന്ന് പറഞ്ഞാൽ 22 വയസ്സാണുള്ളത്. എനിക്ക് തോന്നുന്നു കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും അവൻ MBBS പഠിക്കാൻ വന്നത്, അതുകൊണ്ടായിരിക്കാം. അവൻ 22 വയസ്സാണ്. നമ്മൾ സാധാരണഗതിയിൽ MBBS പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഒരു 18-19 വയസ്സിനകത്ത് അവർ MBBS പഠിക്കാൻ പോകുമല്ലോ.
അപ്പൊ കുഞ്ഞ് അവൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മാക്സിമം ക്ഷമിച്ചു. അവന്റെ അമ്മേനെ കുറ്റം പറയുന്നു, അവന്റെ അമ്മയുടെ സർജറിയെ കുറ്റം പറയുന്നു. അങ്ങനെ അവന് വളരെ മോശമായിട്ട് അവനെ ഹരാസ് ചെയ്യാവുന്നതിന്റെ എക്സ്ട്രീം ലെവൽ ഹരാസ് ചെയ്തിട്ടാണ് അവൻ ചോദ്യം ചെയ്യേണ്ടി വന്നത്. ആ ചോദ്യം ചെയ്തലാണ് അവന്റെ ജീവൻ വരെ നഷ്ടപ്പെട്ടത്. ഇതുപോലെ തന്നെയാണ് മിക്കവാറും എല്ലാ മെഡിക്കൽ കോളേജുകളിലും, ഒരുവിധമുള്ള എല്ലാ മെഡിക്കൽ കോളേജിലും ഇത് നടക്കുന്നത്. ഇത് എൻ്റെ ഒരു അനുഭവമാണ്, ഞങ്ങളുടെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു റിക്വസ്റ്റിംഗ് ലെറ്റർ ഒരു 2 മാസത്തേക്ക് ഫീസ് അടയ്ക്കാം എന്ന് പറയുമ്പോൾ പോലും ഒരുപാട് കുട്ടികൾ, ഒരു 10-15 കുട്ടികളുണ്ട് നമ്മൾക്ക്. ആ ഇത് ഫീസ് അടയ്ക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് ലോണുള്ള കുട്ടികൾ ബാങ്കിൽ നിന്ന് ലോൺ വരാതെ അവരെങ്ങനെയാണ് കൊടുക്കുക? ലോൺ പോലും വന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും അപ്പം തന്നെ പ്രാക്ടിക്കൽ, അതും പോസ്റ്റിംഗ് ആയിരുന്നു, സർജറി പോസ്റ്റിങ്ങിന് പോലെ കുട്ടികളെ പുറത്താക്കി കളഞ്ഞു. ആ സെക്കൻഡിൽ പുറത്താക്കി, ക്ലാസ്സിന് പുറത്തിറങ്ങാനാണ് പറഞ്ഞത്. കാശ് കൊണ്ടിട്ട് കയറിയാൽ മതി. 3 വർഷം 10-26 ലക്ഷം രൂപയോളം അടച്ച ഒരു പാരന്റിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഇതുപോലെ തന്നെയാണ് മെഡിക്കൽ കോളേജ് നടന്നത്. പക്ഷെ നമുക്ക് ഒരു വാക്ക് പോലും പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ലോബിയാണ്. ഈ മെഡിക്കൽ കോളേജിന്റെ മാനേജ്മെന്റും ഇവരെല്ലാവരും കൂടെ ഉള്ള ഒരു ലോബിയാണ്. നമ്മൾ ആരെങ്കിലും ഒരാൾ ഇതിനെതിരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ ഭാവിയാണ് പോണത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ജീവൻ ഇതുപോലെ നഷ്ടപ്പെടും. അപ്പൊ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ സർക്കാർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഗവർണർക്ക് ഇതിനകത്ത് ഇടപെട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഈ പ്രിൻസിപ്പൽമാർക്ക് പ്രത്യേകിച്ചും, അയ്യോ എൻ്റെ ദൈവമേ, കുറേ കോളേജുകളുണ്ട് കേട്ടോ. CSI മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ ഈ നമ്മുടെ ട്രാവൻകൂർ മെഡിക്കൽ കോളേജ്, ഇങ്ങനെയൊക്കെയുള്ള കോളേജുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പ്രിൻസിപ്പലാണ് കേട്ടോ ഉള്ളത് പറയാലോ. പ്രിൻസിപ്പലന്മാരാണ്. ഈ പ്രിൻസിപ്പലന്മാർ മാനേജ്മെന്റ് ഇങ്ങനെ വെച്ചിരിക്കുവാണ്. അവിടെ ഒരുപാട് സാമ്പത്തിക ക്രമക്കേടുകൾ SMCSI കാരക്കോണത്തൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം ഈ പ്രിൻസിപ്പലിന്റെ അണ്ടറിൽ, കാരണം മാനേജ്മെന്റ് വെച്ചിരിക്കുവാണ് ഇങ്ങനെ ഒരാളിനെ ബിനാമി പോലെ. അവര് അവിടെ ഭരിച്ചങ്ങ് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. കുട്ടികളെയൊക്കെ ഒറ്റ സെക്കൻഡ് ക്ലാസ്സിന് പുറത്താക്കുന്ന അവസ്ഥയാണ്. നമുക്ക് ആർക്കും പ്രതികരിക്കാറില്ല. ഇങ്ങനെ കുറേ കോളേജുകളുണ്ട് ഇവിടെ. തിരുവനന്തപുരത്ത്, ഞാനിപ്പോൾ തിരുവനന്തപുരത്തായതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള 2-3 കോളേജിന്റെ പേര് പറഞ്ഞുള്ളൂ, 1-2 കോളേജ്. പിന്നെ നമുക്ക് വളരെ നല്ലതായിട്ട് പാരൻസിനോടും കുട്ടികളോടും ഇടപെടുന്ന കോളേജുകളും ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഭൂരിഭാഗം മെഡിക്കൽ കോളേജിലും, പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലും ഇത് തന്നെയാണ് അവസ്ഥ. ഭയങ്കര ഹരാസ്മെന്റ്. ഇപ്പം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ഹരാസ്മെന്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒന്നും പറയാൻ കഴിയാത്ത, കാരണം ഫീസ് അടച്ചില്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ ഫീസ് അടന്ന് ലേറ്റ് ആയാലും, ഒന്ന് താമസിച്ചാൽ, ഇത്തിരി റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് പോലും ക്ലാസ്സിന് പിടിച്ച് പുറത്താക്കണം. എന്തെങ്കിലും ഒരു വാക്ക് ഞങ്ങൾ തരാം, അല്ലെങ്കിൽ എന്തിനാണ് പുറത്താക്കേണ്ട ആവശ്യം എന്താണ്? ഇത് അക്കാഡമിക് ഇയറിന്റെ എക്സാം കഴിയാൻ ഇനിയും ദിവസം ഉണ്ടല്ലോ, അക്കാഡമിക് ഇയറിന്റെ എക്സാം ഇനി അടുത്ത വർഷമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു പോയാൽ അവരുടെ ഇന്റേണൽ മാർക്ക് ഇതേപോലെ നിതിൻ പറയുന്നത് ഉടനെ മാർക്ക് വെട്ടിക്കുറയ്ക്കുകയാണ്. അവരുടെ ഒരു വർഷമാണ് നഷ്ടമാവുന്നത്. അപ്പോൾ മിക്കവാറും ആദ്യത്തെ വർഷത്തിലെ കുട്ടികൾക്കൊക്കെ 1 വർഷം നഷ്ടവും, പിന്നീടുള്ളവർക്ക് 6 മാസം നഷ്ടവും. ഇതൊക്കെയാണ് കുട്ടികളുടെ ഭയം, പ്രത്യേകിച്ച് പാരൻസിന്റെയും. കുട്ടികളുടെ മാത്രമല്ല പാരൻസിനും. അതുകൊണ്ടാണ് ആൾക്കാർ പ്രതികരിക്കാൻ ഭയക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പ്രതികരിക്കാതിരിക്കുന്നതോറും ഇവളുമാർക്കും ഒക്കെ ഭയങ്കരമായിട്ടുള്ള അഹങ്കാരമാണ്. ഇതിനൊക്കെ നമ്മുടെ മാതൃകാപരമായ ശിക്ഷയാണ് വേണ്ടത്. മാതൃകാപരമായ ശിക്ഷ തന്നെ വേണം. പ്രതികരിക്കേണ്ടിടത്ത് നമ്മൾ പ്രതികരിക്കുകയാണ്. ഞാൻ യൂണിവേഴ്സിറ്റിക്ക് ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ അതുകൊണ്ട് നിതിൻ്റെ കുടുംബത്തിനും ഒരു സമാധാനം ഉണ്ടാവട്ടെ, അവർക്ക് നീതി കിട്ടട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം കുഞ്ഞ് മരിച്ചുപോയി, ഇനിയിപ്പോൾ അവനെന്താണ് നീതി? അവൻ മരിച്ചുപോയി, ഇവരെ പുറത്താക്കിയെങ്കിലും ഒരു നീതി കിട്ടട്ടെ. എന്നാലും മരിക്കണ്ടായിരുന്നു. അവൻ സ്ട്രോങ് ആയിട്ട് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യണം. പക്ഷെ നമുക്കത് പറയാം. അവരെ ആ സാഹചര്യത്തിൽ പറ്റില്ല. കാരണം നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, കാണുന്നതാണ്, ദിവസേന കാണുന്നതാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് ഭയമാണ്. അവരുടെ ഇത്രയും വർഷം, ഒരു 3 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് വാങ്ങിച്ച് ജയിച്ച് 10-26 ലക്ഷം രൂപയും കഷ്ടപ്പെട്ട് ഫീ അടച്ച് പാരൻസിന്റെ മുന്നിൽ പിന്നെ അവരെങ്ങനെ നിൽക്കുക? അവർ വിചാരിക്കും ഞങ്ങളങ്ങ് മരിക്കാമെന്ന് വിചാരിക്കും. എന്തിനാ ഇനി പോട്ടെ, ഇനിയെങ്കിലും എൻ്റെ മാതാപിതാക്കൾ അല്ലെ എൻ്റെ അമ്മയ്ക്ക് അല്ലെ എൻ്റെ അച്ഛന് ബുദ്ധിമുട്ടുണ്ടാവണ്ട, ഇനി എന്നെ അവർ പഠിപ്പിക്കത്തില്ല, ഇവരോട് എതിർത്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ചിലവർ മെൻ്റലി അവർ ഡിപ്രഷൻ ആയി പോകുന്നത്. ഒരിക്കലും എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. അങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് നടപടി എടുക്കാൻ വേണ്ടി പാരൻസിനെ നിങ്ങൾ ഇൻസ്പയർ ചെയ്ത്, അല്ലെങ്കിൽ പാരൻസിനോട് പറഞ്ഞ് നിങ്ങൾ നടപടി എടുക്കാൻ നിങ്ങളും കൂടി കൂടെ നിൽക്കണം. നിങ്ങൾ ബാക്കിലോട്ട് ഭരിക്കുമ്പോഴാണ് പാരൻസിനും അത് ചെയ്യാൻ കഴിയാത്തത് കേട്ടോ. പാരൻസിൻ്റെ അടുത്ത് പറയുമോ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും കുട്ടികൾ അങ്ങനെ പിന്നോട്ട് വലിയരുത്. നിങ്ങൾക്ക് കിട്ടാനുള്ള അവകാശം, നിങ്ങൾ ഇത്രയും ഫീസ് കൊടുത്ത് അല്ലെങ്കിൽ ഫീസ് കൊടുക്കാതെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അത്രമാത്രം എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടാണ് അവർക്ക് ആ സീറ്റ് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് നിങ്ങൾ ഒരിക്കലും മെൻ്റലി ഫിസിക്കലി ഹരാസ് ചെയ്യപ്പെടേണ്ട കാര്യമല്ല. നിങ്ങൾക്ക് റൈറ്റ് ടു സ്റ്റഡി, നിങ്ങൾക്ക് പഠിക്കാനുള്ള അവകാശം നിങ്ങളുടെ അവകാശമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടടുത്ത് കൃത്യമായിട്ടും പ്രതികരിക്കണം. അല്ലാതെ നിങ്ങൾ ഓടിപ്പോയിട്ട് സൂയിസൈഡ് ചെയ്യുകയോ, നിങ്ങളുടെ ലൈഫ് പോയാൽ ആർക്കാണ് നഷ്ടം? കുഞ്ഞുങ്ങളെ ആർക്കും നഷ്ടമില്ല.
നമുക്ക് മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ സഹോദരങ്ങൾക്കും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ നഷ്ടം. നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. അല്ലാണ്ട് ഈ അധ്യാപകർക്കൊന്നും ഒന്നും ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളാരും അങ്ങനെ ആ ഒരു സൂയിസൈഡ് ജീവിക്കണ്ട എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് കളഞ്ഞ് ഇതിനെതിരെ എല്ലാം പ്രതികരിക്കണം എന്നുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ മാതൃകാപരമായി ഇവരെല്ലാം ശിക്ഷിക്കണം. യൂണിവേഴ്സിറ്റി എത്രയും പെട്ടെന്ന് യൂണിവേഴ്സിറ്റി ഇതിനൊരു എന്തെങ്കിലും ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവരണം. തീർച്ചയായിട്ടും അതൊക്കെ തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും.